നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഫിക്സ്ചർ നിർണയ നറുക്കെടുപ്പ് നാളെയാണല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് AFA ന്യൂയോർക്കിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. AFA ആസ് എ ഗ്ലോബൽ ബ്രാൻഡ്, ദി പവർ ഓഫ് എ ബ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിൽ സ്പീക്കേഴ്സിൽ എമിലിയാനോ മാർട്ടിനസും ഉണ്ടായിരുന്നു. അദ്ദേഹം ഓൺലൈനിലൂടെയാണ് ആ ഒരു പ്രോഗ്രാമിൽ സംസാരിച്ചത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് തൻ്റെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കുക, അവിടെ കിരീടം ചൂടുക എന്നുള്ളതാണ്. ക്ലബിന് വേണ്ടി കളിക്കലും അവിടെ കിരീടം കിട്ടലും അവിടെ ഇൻഡിവിജ്വൽ അവാർഡ് കിട്ടലൊക്കെ ഐസിങ് ഓൺ ദി കേക്ക് അല്ലെങ്കിൽ ചെറി ഓൺ ദി കേക്ക് എന്ന രൂപത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ ഡെസേർട്ട് എന്ന് പറയുന്നത് ദേശീയ ടീമിന് വേണ്ടി കളിക്കലാണ് എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത്. അതുപോലെ അടുത്ത വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത് വലിയൊരു ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിനേക്കാൾ കൂടുതൽ ഈ വേൾഡ് കപ്പിന് താൻ എക്സൈറ്റഡ് ആണ് എന്നുകൂടി എമി മാർട്ടിനസ് പറയുന്നുണ്ട്. എമി മാർട്ടിനസിൻ്റെ ആ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. AFAയുടെ പ്രോഗ്രാമിൽ അദ്ദേഹം സംസാരിച്ചതാണ്. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ മാത്രമല്ല വേൾഡ് കപ്പ് കളിച്ച മിക്ക ആളുകൾക്കും വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ വയറിൻ്റെ അടിയിൽ നിന്ന് ആ ഒരു ബഗ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനുള്ളൊരു ആവേശം ഉണ്ടാവും, ത്വരയുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. അതെങ്ങനെ പറഞ്ഞ് നിങ്ങളോട് വിശദീകരിച്ച് തരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, കഴിഞ്ഞ വേൾഡ് കപ്പിനേക്കാൾ കൂടുതൽ ഞാൻ ഈ വേൾഡ് കപ്പിന് വളരെ എക്സൈറ്റഡ് ആണ്. ദെൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇൻഡിവിജ്വൽ അവാർഡുകൾ വിജയിക്കുക, ക്ലബ്ബിൽ കിരീടങ്ങൾ ചൂടുക, ഇതൊക്കെ ഞാൻ ഐസിങ് ഓൺ ദി കേക്ക് എന്ന രൂപത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ റിയൽ ട്രീറ്റ് എന്ന് പറയുന്നത്, എൻ്റെ കരിയറിലെ റിയൽ ട്രീറ്റ് എന്ന് പറയുന്നത് അർജൻറ്റീൻ ദേശീയ ടീമിനോടൊപ്പം കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബോളും ഉള്ളിലേക്ക് പോവില്ല, വലയിലേക്ക് കയറില്ല, നമ്മുടെ വലയിലേക്ക് ഒരു ബോളും കയറില്ല എന്നൊരു ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഒരു രാജ്യം മുഴുവനും എൻ്റെ പുറകിലുണ്ട്, എൻ്റെ ഫാമിലി എൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ബോളും നമ്മുടെ വലയിലേക്ക് കയറില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നുകൂടി എമി മാർട്ടിനസ് പറഞ്ഞു. അപ്പോൾ ഇതിൽ കാര്യം വളരെ വ്യക്തമാണ്. സാധാരണ ക്ലബ് ഫുട്ബോളിനാണല്ലോ പലരും വലിയ പ്രാധാന്യമൊക്കെ കൊടുക്കാറുള്ളത്. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ 5-6 കളി മാത്രമുള്ള ഒരു ടൂർണമെൻ്റ് എന്ന രൂപത്തിലൊക്കെ പലരും വിലയിരുത്തുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. തൻ്റെ കരിയറിൽ ക്ലബ് ഫുട്ബോളിനേക്കാളോ മറ്റെല്ലാറ്റിനേക്കാളോ താൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് അർജൻറ്റീൻ ദേശീയ ടീമിനോടൊപ്പം കളിക്കുന്നതിനാണെന്നും വേൾഡ് കപ്പ് കളിക്കാൻ താൻ വളരെയധികം എക്സൈറ്റഡ് ആണെന്നും അർജൻറ്റീനയുടെ ലോക ജേതാവായ ഗോൾ കീപ്പർ എമി മാർട്ടിനസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.